കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കർത്തനെന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കൊടും കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. കൊടും കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. നേരമെന്റെ ചാരയുണ്ട്, നേരമെന്റെ ചാരയുണ്ട്, നാഥനെന്നും വല്ലഭനാ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. വന്നിടും പ്രിയനായി വിണ്ണിലെന്റെ വീടൊരുക്കി. വേഗം വന്നിടും പ്രിയനായി. വേല ചെയ്തൻ നാളുകൾ തീർന്ന്, വേല ചെയ്തൻ നാളുകൾ തീർന്ന് വീട്ടിൽ ചെല്ലും ഞാനൊടുവിൽ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 27-ാം അധ്യായം 29-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് സുപരിചിതമാണ് എന്ന് കരുതുന്നു. അപ്പോസ്തലനായ പൗലോസിനെ സുവിശേഷം നിമിത്തം തടവിലാക്കി. എന്നാൽ താൻ കൈസറെ അഭയം ചൊല്ലിയതുകൊണ്ട് കൈസറുടെ മുൻപാകെ നിർത്തുന്നതിന് വേണ്ടി റോമയിലേക്ക് കൊണ്ടുപോകുന്നതായ സംഭവം. അങ്ങനെ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ റോമയിലേക്കുള്ള അവരുടെ കപ്പൽ യാത്രയെ സംബന്ധിച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കപ്പൽ യാത്രയിൽ സംഭവിച്ച
അതിഭയങ്കരമായ പ്രയാസങ്ങൾ. ഏതാണ്ട് 2 ആഴ്ചക്കാലത്തോളം അവർ കടലിലൂടെ അലഞ്ഞതായ ചില സന്ദർഭങ്ങൾ, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടതായ അതിഭയാനകമായ ചില കാര്യങ്ങളാണ് 27-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഈ 27-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഈ യാത്രയുടെ ആരംഭമാണ്. കപ്പൽ കയറി അനുകൂലമായ ഒരു കാറ്റ് കാണുന്നതായ സമയത്ത് ഈ പായ്ക്കപ്പൽ സാവധാനം യാത്ര ആരംഭിക്കുകയാണ്. ഈ കപ്പലിൽ അനേക തടവുകാരുണ്ട്, അനേക യാത്രക്കാരുണ്ട്. അങ്ങനെ യാത്ര അങ്ങോട്ട് ആരംഭിച്ച് അല്പം ചില സമയം കഴിയുമ്പോൾ 27-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിൻ്റെ മറപറ്റി ഓടി എന്നെഴുതിയിരിക്കുന്നു. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് ഒരു ദ്വീപിൻ്റെ മറപറ്റി അവർ മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുകയാണ്. പായ്ക്കപ്പലാണ്, അത് കാറ്റിനനുസരണമായിട്ടാണ് ഓടുന്നത്. അതുകൊണ്ട് ആ കാറ്റിൻ്റെ ഗതിക്ക് അനുസരണമായി ഈ കപ്പൽ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവരെന്താണ് ചെയ്തത്? കുപ്രോസ് ദ്വീപിൻ്റെ മറപറ്റി ഓടി എന്നെഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ 27-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, കാറ്റ് സമ്മതിക്കായികയാൽ ക്രേത്ത ദ്വീപിൻ്റെ മറപറ്റി ശൽമോനയ്ക്ക് നേരെ ഓടി എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെ പല സമയങ്ങളിലും അവർ പല ദ്വീപുകളുടെയും മറപറ്റി ഓടുന്നതിന് ശ്രമിച്ചു. കാരണം കാറ്റ് പ്രതികൂലമായി മുൻപോട്ട് പോകുവാനുള്ളതായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഒരുപക്ഷെ പായ്ക്കപ്പലായതുകൊണ്ട് ഈ കാറ്റ് അനുകൂലമല്ല എങ്കിൽ ഉദ്ദിഷ്ട സ്ഥാനത്ത് ചെല്ലുന്നതിന് പകരമായി മറ്റേതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ചെല്ലുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ പല ദ്വീപുകളുടെ മറപറ്റി ഇങ്ങനെ ഓടുകയാണ്. പ്രിയമുള്ളവർ, ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, നാം പലപ്പോഴും ഇങ്ങനെ മറപറ്റി ഓടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഒന്ന് പരിശോധിക്കുമ്പോൾ പലരുടെയും മറപറ്റിയല്ലേ നാം ഓടിയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ആരംഭനാളുകളിൽ ഒരുപക്ഷെ മാതാപിതാക്കളുടെ മറപറ്റി നാം നമ്മുടെ ജീവിതമാകുന്ന ഈ യാനം മുൻപോട്ട് ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലേക്ക് നാം കടന്നു വരുന്തോറും പലരുടെയും പലതിൻ്റെയും മറപറ്റിയാണ് നാം ഓടിയിട്ടുള്ളത്. ജീവിതത്തിൽ പലപ്പോഴും പ്രതികൂലമായ കാറ്റടിക്കുന്ന സമയത്ത് നാം അറിയാതെ പലരുടെയും പലതിൻ്റെയും മറപറ്റി നാം ഓടേണ്ടതായിട്ട് വരാം. ജീവിതത്തിൽ അനുകൂലമായ കാലാവസ്ഥയിൽ നാം സന്തോഷമായി ജീവിതയാനത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ പലപ്പോഴും പ്രതികൂലമായ കാറ്റ് അതിനെതിരായി വീശുന്നതായ സമയത്താണ് പലരുടെയും മറപറ്റി ഓടേണ്ടതായിട്ട് വരുന്നത്. ഈ കപ്പൽ നീക്കിയതുപോലെ തന്നെ പലപ്പോഴും നാം വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടായെന്നിരിക്കാം. ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ പൗലോസും കൂട്ടരും കയറിയതായ ഈ കപ്പൽ പ്രതികൂലമായ കാറ്റ് വീശുമ്പോൾ അവർ വല്ലാതെ ഭാരപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ കപ്പലിനെ മുൻപോട്ട് നയിക്കുന്നത്. 27-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു എന്നാണ്. കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടങ്ങനെ പാറിപ്പോയി എന്നെഴുതിയിരിക്കുന്നു. നോക്കണം, ഈ കപ്പൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ പല ദ്വീപുകളുടെ മറപറ്റി ഓടി വരുമ്പോഴാണ് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിക്കുന്നത്. കൊടുങ്കാറ്റടിച്ചിട്ട് ഈ കപ്പലിന് നേരെ നിൽക്കുവാൻ സാധിച്ചില്ല. അത് മുങ്ങിപ്പോകുമോ എന്ന് ഭാരപ്പെട്ട് ഭയപ്പെട്ടു പോകത്തക്ക നിലയിലേക്ക് അതിൻ്റെ സ്ഥിതി മാറിപ്പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം ഭയങ്കരമായ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിന് നേരെ നിൽക്കുവാൻ ഈ കപ്പലിന് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതയാനം ഈ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിനെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. ജീവിത അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ മുൻപാകെ ഈശാനമൂലൻ എന്ന നിലയിലുള്ള കൊടുങ്കാറ്റ് പോലെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ കണ്ടെന്നു വരാം. ഈ കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ പ്രിയമുള്ളവരെ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. കപ്പൽ തകർന്നു പോകുമോ എന്ന ഭാരപ്പെട്ട് പൗലോസും കൂടെയുള്ളവരും വിഷമിച്ചതുപോലെ പലപ്പോഴും നമ്മളും വിഷമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ 27-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, അവർ വല്ലാതെ കഷ്ടപ്പെട്ട് ഈ കപ്പലിനെ ഒന്ന് നേരെ നിർത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. കപ്പലിനുള്ളിലുള്ളതായ സകല സാധനങ്ങളും അവർ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു.
അവരുടെ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ അവർ ആ കപ്പലിൽ നിന്നെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അല്ലെങ്കിൽ ഈ കപ്പൽ തകർന്നു പോകും എന്നവർ മനസ്സിലാക്കുകയാണ്. എത്രയോ ഭയങ്കരമായ ഒരു സാഹചര്യമാണ്. പലപ്പോഴും ജീവിതത്തിലെ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നാം വല്ലാതെ ഭാരപ്പെടുന്നതായ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. വിഷമകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് അടിക്കടിയായി കടന്നു വരുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് അതിഭയാനകമാണ്. ഈ കപ്പലിനുള്ളിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലേക്ക് എറിയുമ്പോൾ അവർക്കറിയാം അത് അവർക്ക് കഴിക്കേണ്ടുന്ന സാധനങ്ങൾ പോലും അതിലുണ്ട്. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രമാത്രം അവർ ഭയവിഹുലരായി തീർന്നു. 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 14-ാം രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയ കടലിൽ അലയുന്നേരം എന്നെഴുതിയിരിക്കുന്നു. ഈ 14 ദിനരാത്രങ്ങൾ അവർ അദ്രിയ കടലിൽ അലയുകയാണ്. ജീവിതത്തിലെ ആശയെല്ലാം നശിച്ചുപോയി. ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതായ ഒരു യാതൊരു പ്രതീക്ഷയുമില്ലാത്ത നിലയിലേക്ക് അവർ എടുത്തെറിയപ്പെടുകയാണ്. അങ്ങനെ മരണത്തോട് സമീപിക്കുന്നതായ ഒരു സമയം. ഈ പായ്ക്കപ്പൽ നടുക്കടലിലൂടെ യാതൊരു ഗതിയുമില്ലാതെ എങ്ങോട്ട് പോകുന്നറിയാതെ അതിഭയാനകമായ ഇരുട്ടിൽ യാതൊരു നിശ്ചയമില്ലാത്ത നിലയിൽ ഇങ്ങനെ അലയുന്നതായ സമയത്ത് അവർ വല്ലാതെ ആഗ്രഹിച്ചു നേരെ ഒന്ന് വെളുത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അതാണ് നാം ഇന്ന് രാവിലെ വായിച്ചതായ വാക്യത്തിൻ്റെ പശ്ചാത്തല ഭാഗം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, നേരെ ഒന്ന് വെളുത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു, ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നതായ ഈ സാഹചര്യം ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. എത്രയോ ദിവസങ്ങളായി ഞങ്ങൾ പലതിൻ്റെയും മറപറ്റി ഓടുകയാണ്, പലരുടെയും മറപറ്റി ഓടുകയാണ്. എത്രയോ ദിനരാത്രങ്ങൾ ജീവിതത്തിന് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ ഇങ്ങനെ പോകുന്നു. ജീവിതത്തിൽ യാതൊരു ആശയമില്ലാതെ ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്നു. ഒരുപക്ഷെ രോഗത്താൽ, ക്ഷീണത്താൽ, മറ്റ് ബുദ്ധിമുട്ടുകളാൽ പലതിൻ്റെയും മറപറ്റി ഓടി ഓടി ഞങ്ങൾ തളർന്നിരിക്കുന്നു എന്ന് തോന്നുന്ന നിലയിലേക്ക് പലപ്പോഴും നാം മാറിപ്പോയിട്ടുണ്ടാകാം. വല്ലാതെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം, കർത്താവേ നേരെ ഒന്ന് വെളുത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു, ഈ ജീവിത സാഹചര്യങ്ങളൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു, ഈ പ്രശ്നം ഒന്ന് തീർന്നിരുന്നെങ്കിൽ, ഈ പ്രയാസം ഒന്ന് മാറിയിരുന്നെങ്കിൽ, ഈ രോഗത്തിൻ്റെ അവസ്ഥയൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു, ഒന്ന് സമാധാനമായി ജീവിക്കുവാൻ, സന്തോഷമായി ഒന്ന് കഴിഞ്ഞുകൂടുവാൻ, അല്പസമയം ഒന്ന് ആശ്വസിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരുപക്ഷെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിലയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വരികയാണ്. 27-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം കാണുന്നത് പൗലോസ് മറ്റുള്ളവരോട് പറയുന്നതായ ചില കാര്യങ്ങളാണ്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ 14 ദിനരാത്രങ്ങൾ ഈ കപ്പൽ യാതൊരു ഗതിയുമില്ലാതെ അവസാനത്തോട് സമീപിക്കുന്നു എന്ന് തോന്നത്തക്ക നിലയിൽ അദ്രിയക്കടലിൽ അലയുന്നതായ സമയത്ത് എല്ലാവരും ഭയവിഹുലരായി അലമുറയിട്ട് വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിൻ്റെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്, നിന്റെ ജീവിതമാകുന്ന ഈ യാനത്തിനെതിരായി ഒരുപക്ഷെ അതിഭയങ്കരമായ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ച് നീ തകർച്ചയുടെ വക്കോളം എത്തിയെന്നിരിക്കാം. ഒരുപക്ഷെ ജീവിതത്തിലെ ആശയെല്ലാം നശിച്ചു പോയെന്നിരിക്കാം, രക്ഷപ്പെടുമെന്നുള്ളതായ സകല ചിന്തയും മാറിപ്പോയെന്നിരിക്കാം. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നു, നിന്റെ അരികിലേക്ക് അടുത്തു വരുന്ന ഒരു കരമുണ്ട്. ആ കർത്താവ് നിന്നെ കൈവിടാത്തവനാണ്, നിന്നെ തലോടുന്നവനാണ്. നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇന്ന് രാവിലെ ആരെങ്കിലും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ പ്രയാസങ്ങളെ നേരിടുന്നുവോ? പ്രിയമുള്ളവരെ, ജീവിതയാനത്തെ നേരെ നിർത്തുവാനായി വല്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അവിടുന്ന് നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നിന്നെ രക്ഷപ്പെടുത്തുവാൻ എനിക്ക് കഴിയും, നിന്നെ സഹായിക്കുവാൻ എനിക്ക് കഴിയും, എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. 28-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് 28-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിൽ രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്.
പൗലോസിനോട് ദൈവദൂതൻ പറഞ്ഞതുപോലെ ദൈവം അവരെ രക്ഷിച്ചു. അവർ ഒരു ദ്വീപിലേക്ക് കടന്നു ചെല്ലുകയാണ്. 28 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു എന്നെഴുതിയിരിക്കുന്നു. മെലിത്ത എന്ന് പറഞ്ഞാൽ അഭയസങ്കേതം എന്നാണ് അതിൻ്റെ അർത്ഥം. അവർക്ക് അഭയമായിട്ട്, അവർക്ക് സങ്കേതമൊരുക്കിയതായ ഒരു സ്ഥാനമായിട്ട് ആ മെലിത്ത ദ്വീപിനെ ദൈവം ഒരുക്കുകയാണ്. ഇന്ന് രാവിലെ ഈ വചനം നമ്മോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. നീ എത്ര വലിയ പ്രതിസന്ധിയെ നേരിട്ടാലും, എത്രമാത്രം ഭയാനകമായ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ച് നിന്റെ ജീവിതയാനം തകർച്ചയുടെ വക്കോളം എത്തുന്നതായ സമയത്ത് നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്കൊരു അഭയസങ്കേതമുണ്ട്, നിന്നെ സഹായിക്കുന്ന ഒരു കരമുണ്ട്. മെലിത്ത എന്ന അഭയസങ്കേതത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. നിന്നെ സഹായിക്കുന്ന ശാശ്വതമായൊരു കരമുണ്ട്. ആ കരത്തിൻ്റെ തലോടൽ അനുഭവിക്കുവാൻ നിനക്ക് സാധിക്കണം. വല്ലാത്ത ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നതായ അനേക ആളുകൾ ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. നേരെ ഒന്ന് വെളുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടായിരിക്കാം. ദൈവവചനം നിങ്ങളോട് പറയുന്നു, നിങ്ങളെ അഭയസങ്കേതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹകരമായ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് ഇന്ന് രാവിലെ നോക്കാം. അവിടെയാണ് നമുക്ക് ആശ്വാസമുള്ളത്, അവിടെയാണ് നമുക്ക് സങ്കേതമുള്ളത്. ഈ പൗലോസും കൂടെയുള്ളവരും രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത് എന്നവർ ഗ്രഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പലപ്പോഴും നാം രക്ഷപ്പെട്ട ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മെ സഹായിച്ചത് ദൈവമായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. പലപ്പോഴും നാം തിരിഞ്ഞു നോക്കുമ്പോഴാണത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ കരമായിരുന്നു എന്നെ വിടുവിച്ചത്, കർത്താവിൻ്റെ കരമാണ് എന്നെ ആശ്വസിപ്പിച്ചത്, എന്നെ തലോടിയത്. ഈ പ്രതിസന്ധിയുടെ മുൻപാകെ ഈശാനമൂലന കൊടുങ്കാറ്റടിച്ച് ഞാൻ തകർന്നു പോകേണ്ടുന്നതായ സ്ഥാനത്ത് എന്നെ രക്ഷപ്പെടുവാൻ സഹായിച്ചത് കർത്താവിൻ്റെ കരങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് നാം തിരിഞ്ഞു നോക്കുന്നതായ സമയത്താണ്. ഇന്ന് രാവിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. 121 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാനവൻ സമ്മതിക്കയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. നിന്നെ കാക്കുന്നവൻ മയങ്ങയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മെ കാവൽ ചെയ്യുന്നു. അതുകൊണ്ട് ഭയപ്പെടാതെ നമ്മുടെ ജീവിത യാനത്തെ മുൻപോട്ട് നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എത്ര വലിയ പ്രതികൂലമാകുന്ന കൊടുങ്കാറ്റടിച്ചിരുന്നാലും ഈ കപ്പൽ തകർന്നു പോകാതെ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ദൈവകൃപ നമുക്ക് നൽകുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നോക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായി പ്രഭാതത്തിൽ ഉണരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഈശാനമൂലന കൊടുങ്കാറ്റടിച്ച് ഞങ്ങളുടെ കപ്പൽ തകർന്നു പോകുമോ, ഞങ്ങളുടെ ജീവിതയാനം ഈ നടുക്കടലിൽ ഇല്ലാതെയായി പോകുമോ എന്ന് ഭാരപ്പെട്ട അനേക സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെയും കർത്താവെ, അവിടുത്തെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഞങ്ങളുടെ ജീവിതയാനം തകർന്നു പോകാതെ ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തി. കർത്താവെ, പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എത്രയോ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലതിൻ്റെയും മറപറ്റി ഞങ്ങൾ ഓടിയിട്ടുണ്ട്. എന്നാൽ കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നു, ഞങ്ങളെ സഹായിച്ചു, ഞങ്ങൾക്ക് ആശ്വാസം നൽകി, സൗഖ്യം നൽകി, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പ്രത്യാശ നൽകി, എല്ലാ അനുഗ്രഹങ്ങളും അവിടെ നൽകി തന്നു. അവിടുത്തെ മഹാകരുണയ്ക്കായി, കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ കർത്താവെ, ആരെങ്കിലും ജീവിതത്തിലുള്ള ആശ നഷ്ടപ്പെട്ടവരായി ഈ പ്രതികൂലമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതയാനത്തെ നേരെ നിർത്തുവാൻ അവരെ സഹായിക്കണമേ. അവരുടെ കാൽ വഴുതിപ്പോകാതെ കർത്താവെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ അവരെ സഹായിക്കണമേ. സ്വർഗീയമായ കരം അവർക്ക് സഹായമായി എല്ലാ സമയത്തും അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രതിബന്ധങ്ങളെ നേരിടുവാനുള്ള ശക്തി അവർക്ക് കൊടുക്കണമേ. കർത്താവെ, അവർക്ക് രോഗത്തിൽ സൗഖ്യം കൊടുക്കണമേ, ക്ഷീണത്തിൽ ആശ്വാസം കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ കർത്താവ് എന്താണോ ആവശ്യമുള്ളത് അത് നൽകി അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളുടെ വഴിയാത്രകളിൽ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ കർത്താവെ. സുരക്ഷിതരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.